ഞങ്ങൾ രാവിലെ തന്നെ ഈ തിരക്കുള്ള ട്രെയിനിൽ കയറി എങ്ങോട്ടാന്നല്ലേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവാട്ടോ. ഇന്ന് ഈ നാണം കാണിച്ച് നിൽക്കുന്നതേ ഞങ്ങളുടെ കുഞ്ഞാവയാണ്, അനീഷയുടെ അനിയത്തിയെ. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു, കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെയാണ് കയറി ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതേ. അപ്പോഴേക്കും ദാ എൻ്റെ ഫ്രണ്ട് അനുവിനെ കണ്ടുപിടിച്ചു. അവളെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു, എന്നാലും കണ്ടുപിടിച്ചു. ഞങ്ങൾ കയറിയ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവൾ. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവിടുന്ന് 2 വടയും മേടിച്ച് ഒരു ജ്യൂസ് മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോയിൽ കയറി അമ്പലത്തിലോട്ട് പോവാണ്. അനീഷയെ പിടിച്ച് പോലീസുകാരെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തി കേട്ടോ. എന്തായാലും ഓട്ടോ ചേട്ടന് ഓട്ടോ ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് അനീഷയാണ് എല്ലാം പറഞ്ഞു കൊടുത്തത്. അമ്പലത്തിലെത്തിയത് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. അത്രയ്ക്ക് ജനമായിരുന്നേ. ഈ കേരളത്തിലുള്ള ആൾക്കാർ മൊത്തം വന്ന് ആറ്റുകാലിലുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് തിരക്കായിരുന്നു. അമ്പലത്തിൽ സ്ഥിരമായിട്ട് ഞാൻ അടുപ്പ് പിടിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നും അടുപ്പ് കിട്ടാനില്ലായിരുന്നു. അവിടെ എല്ലാം ഫില്ലായായിരുന്നു കേട്ടോ. ഈ നടത്തം അടുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും ഞങ്ങൾക്കൊരു 4 പേർക്കുള്ള അടുപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഞങ്ങൾക്കുള്ള സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഇവിടെ പൊങ്കാലിടണം എന്നായിരിക്കും ദേവിക്കിഷ്ടം. അങ്ങനെ ഞങ്ങൾ അവിടെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങി. ആദ്യം അനു തന്നെ കാര്യം ഏറ്റെടുത്തു. അവൾ അത്യാവശ്യം നന്നായിട്ട് തൂത്ത് എല്ലാം നല്ല മമ്മട്ടിയൊക്കെ വെച്ച് മണ്ണൊക്കെ കിളച്ച് എല്ലാം മാറ്റി. അവസാനത്തെ ഇതാണ് ഞാനൊന്ന് ചെയ്യുന്നത്. ബാക്കി മൊത്തം അവരാട്ടോ ചെയ്തത്. അങ്ങനെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടണമല്ലോ, കാരണം ദേവിക്കുള്ള പ്രസാദമല്ലേ. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ തെരളിയും മണ്ടപ്പുറ്റും കുഞ്ഞാവ ഇടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് 5 അടുപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ വീണ്ടും ഒരടുപ്പിനും കൂടിയൊക്കെ ഉള്ളതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളുടെ പൊങ്കാല ഇടാനായിട്ടും ഒക്കെയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി. ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ഞാൻ കലം പോലും മേടിക്കാതെയാണ് വന്നത്. ഇവിടെ ഇങ്ങനെ 1/4 കിലോ 1/2 കിലോ അങ്ങനെയൊക്കെ കവറുകളിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മേടിക്കാം കേട്ടോ. പിന്നെ ഇല കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു, നല്ല റേറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ളൊരു വീട്ടിൽ നോക്കിയപ്പോൾ നിറയെ വാഴ കണ്ടിട്ട് അവിടെ വന്ന് ഞങ്ങൾ ഇല മേടിക്കുവാണ്. അതിനുശേഷം ചൂട്ടും കൊതുമ്പും ഒക്കെ മേടിച്ച് നമ്മുടെ അടുപ്പ് പിടിച്ച സ്ഥലത്തേക്ക് പോവുക കേട്ടോ. ഇതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ആണ് ഞാനും അനീഷയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടിയിലും ഒക്കെ ഞങ്ങൾക്ക് പോകണം കേട്ടോ. അതിനു മുന്നേ ആദ്യം ഫുഡ് കഴിക്കണം. അതിന് നമ്മൾ വന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള രാജാക്കന്മാരുടെ ഹോട്ടലിലോട്ടാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഊണൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പിന്നെ ചോറ് കഴിച്ചേ പറ്റൂന്ന് ഭയങ്കര നിർബന്ധം. എന്നാൽ പിന്നെ കഴിച്ചോട്ടെ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് അവർ കഴിച്ചത്. ഞാൻ 2 വടയും കഴിച്ചു. ഇത് പോകുന്ന വഴിക്ക് കണ്ടതാണ് ദേവിയെ ഇതേപോലെ ഇങ്ങനെ ഒരുക്കി ഇരുത്തിയേക്കുന്നത്. ആ ഫുള്ള് സൈഡിൽ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറിയിട്ടാട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. സാധാരണ ദിവസം നമ്മൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷന് പത്മനാഭസ്വാമി ക്ഷേത്രം പോകണമെങ്കിൽ 50 രൂപയാവത്തുള്ളൂ. പക്ഷേ ഈ പൊങ്കാല ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് 150 രൂപയാവും കേട്ടോ. അത് മാത്രമാണ് ഈ ദിവസങ്ങളിലുള്ള വ്യത്യാസം. ഒരു 2 വർഷമായിട്ട് സെയിം ഈ ചാർജ് തന്നെയാണ് സ്ഥിരം ഓട്ടോക്കാർ എടുക്കാറുള്ളത്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിൽ കൊണ്ടാക്കുന്നതിനും ഈ ചാർജ് തന്നെയാണ്. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നപ്പോൾ വീണ്ടും കണ്ണ് തള്ളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആറ്റുകാലിൽ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വളരെ ആൾ കുറവായിരിക്കുമെന്നേ. പക്ഷേ എന്തു പറയാനാ, ഇത്രയും ജനങ്ങളെ ഞാൻ ആദ്യമായിട്ടാട്ടോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കാണുന്നത്. ഇപ്രാവശ്യം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതായത് സ്ഥിരം വർഷങ്ങളിൽ വരുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ. നമ്മുടെ പഴവങ്ങാടിയിലും അവസ്ഥ മോശമൊന്നും ആയിരുന്നില്ല, സെയിം ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ നടന്ന് നമുക്ക് തിരിച്ച് ആറ്റുകാലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. റോഡിൽ കണ്ട ഇട്ടാപ്പൊട്ടിയൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ റോഡിൽ കൂടി പൊട്ടിച്ച് നല്ല എൻജോയ് ചെയ്താട്ടോ പോയത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു ആ റോഡിലെ ലൈറ്റ് കാണാനും ഒക്കെ. അങ്ങനെ വീണ്ടും തിരിച്ച് 12 മണിയായപ്പോൾ അമ്പലത്തിലൊന്ന് വീണ്ടും തൊഴാം എന്ന് വിചാരിച്ച് ഒന്ന് വന്ന് നോക്കി. രാവിലത്തേതിനേക്കാളും ഉച്ചയ്ക്കതിനേക്കാളും അതിലും ഏറെ ആളുകളായിരുന്നു ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴേ ഞങ്ങളുടെ തല കറങ്ങി. ഇവരൊക്കെ ഇനി എപ്പോൾ തൊഴുതിറങ്ങാനായിട്ടാണ് എന്നൊരു തോന്നൽ വന്നിട്ടോ. അങ്ങനെ നേരം വെളുത്തു. രാവിലെ പൊങ്കാല ഇടാനായിട്ടുള്ള ഒരുക്കത്തിലാട്ടോ ഞങ്ങളെല്ലാവരും. ഈ അമ്മമാരെ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ദേവി ഞങ്ങൾക്ക് വേണ്ടി വിട്ടതുപോലെ ആട്ടോ. ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു തന്നു. ഞങ്ങളുടെ അടുപ്പ് കൂട്ടിത്തരാനും ഞങ്ങളുടെ കലങ്ങളൊക്കെ വൃത്തിയാക്കാനും എങ്ങനെ ചെയ്യണം എന്ന് പറയാനും ഒക്കെ കേട്ടോ. ഞങ്ങൾ 4 എണ്ണത്തിന് വലിയ ഐഡിയകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ തെരളിയും മണ്ടപ്പുറ്റും ഉണ്ടായിരുന്നു. അതുമൊക്കെ ചെയ്യാനായിട്ട് ഇവരൊക്കെ തന്നെ ആട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. എല്ലാ വർഷം പൊങ്കാലയ്ക്കും നമുക്കൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ കുറേ അമ്മമാരുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നും ദേവി നമുക്ക് വേണ്ടി വിട്ടതാണോ ഇവരെ എന്ന്. അങ്ങനെ കുറേ അമ്മമാരുണ്ട്. എല്ലാ വർഷവും ഞാൻ പോകുമ്പോൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെയാണ് ഞങ്ങളെ സഹായിക്കുന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞാവയുടെ മണ്ടപ്പുറ്റും തെരളിയൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഇതേപോലെ വേഗം തന്നെ റെഡിയാക്കി വെച്ചു. ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അടുപ്പിലോട്ട് വെച്ചാൽ മാത്രം മതിയല്ലോ. അങ്ങനെ അടുപ്പ് കത്തിക്കാനുള്ള സമയമായി. നന്നായിട്ട് ദേവിയെ മനസ്സിൽ വിചാരിച്ച് അടുപ്പൊക്കെ കത്തിച്ചു.
ഈ അടുപ്പ് കത്തിച്ച് കഴിയുമ്പോൾ ഇനി എത്ര കരയത്തില്ലെന്ന് പറഞ്ഞാലും നമ്മൾ നന്നായിട്ട് കരയും കേട്ടോ. ഈ ഒരു പൊങ്കാലിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് കരഞ്ഞിരിക്കും. അതെന്താണെന്നറിയത്തില്ല, എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം നന്നായിട്ട് പായസമൊക്കെ തിളച്ച് തൂവി ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുവരെ പൊങ്കാലയിടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വന്ന് പൊങ്കാലയിടുക. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് ഭക്തിയാണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാനാണെങ്കിലും എല്ലാം കൊണ്ടും വല്ലാത്തൊരു ഫീലാണ്. ഇതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. കാരണം മൊബൈലിൻ്റെ ചാർജൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.